ഇപ്പൊ നമ്മളുടെ പോത്തൻമേട് ബൈസൺ വാലിയിൽ നിന്ന് നമ്മൾ നേരെ മൂന്നാറേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ പ്രോപ്പർ മൂന്നാറേക്ക് വരുന്ന വഴിയല്ല, അല്ലാതെ ഉള്ളിൽ കൂടിയുള്ള ഒരു വഴിയാണ് നമ്മൾ ട്രാവൽ ചെയ്യാൻ പോകുന്നത്. മൂന്നാർ ചെന്നിട്ട് നമുക്കിവിടെ ഓൾഡ് മൂന്നാറും ന്യൂ മൂന്നാറും കാര്യങ്ങളും കുറച്ച് ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന കടകളും കാര്യങ്ങളൊക്കെ കയറി വിസിറ്റ് ചെയ്ത് കറങ്ങി തിരിഞ്ഞ് നമുക്ക് എറണാകുളത്തേക്ക് പോകാം. അപ്പോൾ എന്തായാലും ആ യാത്രയിലേക്കാണ് ഞങ്ങൾ. ഇതൊരു ഉൾവഴിയാട്ടോ, പോത്തൻമേടിൽ നിന്ന് നമ്മൾ മൂന്നാർ പോകുന്ന റൂട്ടാണ്, നമ്മൾ നോർമലി പോകുന്ന വഴിയല്ല. അപ്പോൾ എന്തായാലും ആ യാത്രകൾ എങ്ങനെയുണ്ട് നമുക്ക് കണ്ടുനോക്കാം. നമ്മളിപ്പോ മൂന്നാറേക്ക് പോകാൻ വേണ്ടി ബേസൻ വാലിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ്. ഈ വഴി പോവുകയാണെന്ന് നമുക്ക് അവിടെ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ ഉള്ളൂ മൂന്നാറെത്താൻ വേണ്ടി. ഇതുണ്ടോ മരത്തിലേക്ക് കളർ നോക്കിയേ, അയ്യോ ഫുള്ള് മഞ്ഞ, ഒരു രക്ഷയില്ല, നല്ല രസമുണ്ട്. ഇവിടെ റോഡ് ഒരു ഇത്തിരി മോശമാണ്, ഇത്തിരി മോശമല്ല, നല്ല രീതിയിൽ കുറച്ച് മോശമാണ്. റോഡ് പണിയാൻ വേണ്ടി ചുറ്റും നമ്മുടെ കല്ലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അവർ. പക്ഷേ റോഡ് പണി എന്തായാലും തുടങ്ങിയിട്ടുള്ള കഴിഞ്ഞിട്ടില്ല. വെള്ളം കിട്ടുന്ന ഇതിനെങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ മൂന്നാർ ട്രിപ്പ്? പൊളിച്ചില്ലേ? പൊളിച്ചെന്ന് വെച്ചാ എന്റെ ഒരു എന്താണ് യാത്രാ ജീവിതത്തിലൊരു നല്ല ഒരു കുറെ നിമിഷങ്ങളായിരുന്നു എന്ന് തന്നെ പറയാം. അനുഭവങ്ങൾ അടിപൊളിയായിരുന്നു. കാരണം ആ ട്രക്കിങ് അതുപോലത്തെ ഒരു എന്ന് വെച്ചാൽ എന്താണ് ഹിൽ ടോപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കാണാം. അങ്ങനെ ഒരു രീതിയിലുള്ള ഹിൽ ടോപ്പുകൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്റെ ഇതിൽ ആദ്യമായിട്ട് കാണുന്നത്. ഇവിടെ ചരലാണ് പോകും, കുഴപ്പമില്ല, പോട്ടെ, ചരല് മാത്രമേ ഉള്ളൂ. ആ ചരലുണ്ട് മെറ്റിലായിട്ട് വണ്ടിയുടെ പോണ്ടു. സാധനമുണ്ട്, സാധനം കയറിട്ടുണ്ട് ഉള്ളിൽ. ഏതൊരു മറ്റേ ഇതിന്റെ ഉള്ളിലേക്ക് കയറി കൊണ്ടുവന്നൊക്കെ. ഇവിടുത്തെ റോഡ് കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ മോശമായിട്ട് കിടക്കുവാണ്. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷെ പോകുന്ന കാഴ്ചകളൊക്കെ അടിപൊളിയാ കേട്ടോ, കാണാനൊക്കെ നല്ല രസമുണ്ട്, നല്ല റൂട്ടാണ് നമുക്ക്. എന്തായാലും എവിടെ ചെന്ന് കയറണേ നമുക്ക് നോക്കാം മൂന്നാർ. അപ്പൊ നമ്മുടെ മൂന്നാർ റോഡ് കണക്റ്റീവ് ആണ്. അപ്പോൾ ഏകദേശം നമ്മളൊരു 8 കിലോമീറ്റർ ഓടി ഒരു 20 മിനിറ്റോളം കഷ്ടിച്ച് 15-20 മിനിറ്റിനുള്ളിൽ നമ്മൾ മൂന്നാർ എത്തി ബേസൻ വാലിയിൽ നിന്ന്. അപ്പോൾ ഇവിടെ നമ്മളുടെ ചെറിയ രാമസ്വാമി അയ്യർ ഡാം ചെറിയൊരു ചെക്ക് ഡാം സംഭവമുണ്ട്. അപ്പോൾ അതിൻ്റെ നേരെ അപ്പുറത്ത് കാണുന്നത് നമ്മളുടെ മൂന്നാർ റോഡാണ്. പള്ളിവാസൽ ആ ഏരിയയിലാണ് വന്ന് കയറിക്കുന്നത് നമ്മൾ. ആണോ ഇതുണ്ടോ ഡാമിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഡാമിങ്ങനെ വന്നിട്ട് അതിന് നേരെ അപ്പുറത്ത് മൂന്നാർ റോഡാണ്. നമ്മൾ മൂന്നാർ റോഡിൽ കൂടി പോകുമ്പോൾ നമുക്ക് കാണാൻ ഈ ചെക്ക് ഡാം നമുക്ക് കാണാൻ പറ്റും. അവിടെയാണ് നമ്മൾ നേരെ ബേസൻ വാലിയിൽ നിന്ന് 8 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നേരെ വന്നിട്ടുണ്ട്. നമ്മൾ റൈറ്റ് നേരെ മൂന്നാർ റോഡ്, ലെഫ്റ്റ് നമ്മൾ അടിമാലി പള്ളിവാസൽ അടിമാലി. അല്ലെങ്കിൽ നമ്മൾ മൊത്തം കറങ്ങേണ്ട ഒരു ഉറപ്പിടും. അടിമാലി കുറവാണ്, അതെല്ലാം 10-20 നമ്മളങ്ങനെ മൂന്നാർ റോഡ് ടച്ച് ചെയ്തു. ഇനി നമുക്ക് നേരെ മൂന്നാർ നമ്മളുടെ ഏറ്റവും വാങ്ങിയാൽ മതി. വേഗം ഏറ്റണ്ടേ നേരെ മൂന്നാർ കയറാം. ഈ ഒരു ക്ലൈമറ്റ് നല്ല പറ്റിയ ക്ലൈമറ്റ് ആണോ നമുക്ക് വന്നിരിക്കാൻ വേണ്ടിട്ട് അല്ലേ? നല്ല സൂപ്പർ ക്ലൈമറ്റ് ആണ്. ക്ലൈമറ്റ് വലിയ തണുപ്പില്ല. അപ്പൊ എന്നിട്ട് നമ്മളുടെ പ്രോപ്പർ മൂന്നാർ വരുവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല
തണുപ്പുണ്ട്, എന്നാലും ഒത്തിരി തണുപ്പില്ല. ഇപ്പൊ ഞങ്ങളിപ്പോ ഒരു ഏകദേശം ഒരു 10-11 മണി ആയിട്ടുണ്ട്. അപ്പൊ ഈ ടൈമിലേക്കുള്ള ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി തണുപ്പില്ല, എന്നാൽ തന്നെ കൂളിംഗ് ഉണ്ട്. എന്തായാലും നമുക്ക് ഓൾഡ് മൂന്നാർ പൈൻ ഫോറസ്റ്റ് ഉണ്ട്, അവിടെ കയറാം. പിന്നെ അതുകൊണ്ട് മൂന്നാർ ടൗണിലേക്ക് പോവാം. അതിനുശേഷം നമുക്ക് തിരിച്ച് എറണാകുളത്തേക്ക് പോകാം. അപ്പം എന്തായാലും എന്താണ് ഇപ്പോൾ മൂന്നാറിൻ്റെ കാഴ്ചകൾ നമുക്ക് കണ്ടുപോകാം. ആ കാണുന്ന നമ്മുടെ ഓൾഡ് മൂന്നാർ ബസ് സ്റ്റാൻഡിന്റെ ഇപ്പുറത്തുള്ള ആ പൈൻ മരക്കാട്. ഇതേടാ റൈറ്റ് സൈഡില് ഒന്നായി സ്ഥലം നിൽക്കുന്നത് ഞാൻ കണ്ടല്ലോ. അപ്പൊ ഞങ്ങള് ഒരു മൂന്നാർ ടൗണിലെത്തി. മൂന്നാർ ടൗണിൽ നമുക്കിവിടെ കുറച്ച് ചോക്ലേറ്റ് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ കയറി എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യുക, പോവുക. ഇതാണ് നമ്മളുടെ ഇന്നത്തെ പ്ലാൻ. അപ്പൊ എന്തായാലും മൂന്നാർ കോവിഡൊന്നും ഒരു ഇഷ്യൂ ആയിട്ട് തോന്നണില്ല. ആൾക്കാരെല്ലാം മാസ്ക് ഒക്കെ വെച്ച് നല്ല ക്രൗഡായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. എന്തായാലും മൂന്നാറൊക്കെ വരാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വരാം. കോവിഡും കാര്യങ്ങളൊക്കെ എന്താ പറയുക, പൂർണ്ണമായിട്ട് തന്നെ ആ ഒരു നമ്മുടെ സെക്യൂരിറ്റി കാര്യങ്ങളെല്ലാം മാറി, എല്ലാം നല്ല ഓപ്പണാണ്. ഇപ്പം ഇങ്ങനെ മൂന്നാർ ടൗൺ നമുക്ക് ഇറങ്ങി തിരിഞ്ഞ് നമുക്കങ്ങനെ പോവാം. നല്ല ക്യാരറ്റ് ഉണ്ട് കേട്ടോ കുഞ്ഞിന്, നല്ല ബേബി ക്യാരറ്റ് ഉണ്ട്, നമുക്ക് വാങ്ങിച്ചു കഴിക്കാം പോണ വഴി. എന്തായാലും ഞങ്ങളൊന്ന് ടൗൺ ഇറങ്ങിയിട്ട് നേരെ തിരിച്ച് നമ്മൾ അടിമാലിലേക്ക് പോവാം. തീർച്ചയായിട്ടും സാനിറ്റൈസറും മാസ്കും നിർബന്ധമാണ് സാമൂഹിക അകലം പാലിച്ച് എല്ലായിടത്തും എന്ത് ടൂറായാലും അതെ അടിച്ചുപൊളിക്കാം. പക്ഷെ ആ ഒരു സേഫ്റ്റി വേണം. കാരണം ഇപ്പൊ കോവിഡിന്റെ ഒരു അവസ്ഥയൊക്കെ മാറി വരികയാണ്. അതിന് കൂടാണ്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. എന്നാലേ ഇനി ആൾക്കാർക്ക് ധൈര്യമായിട്ട് പുറത്ത് ഒരു സ്വാതന്ത്ര്യത്തോടെ ഇപ്പൊ നമ്മൾ 2-3 മാസം സ്വാതന്ത്ര്യം ഇല്ലാണ്ട് തന്നെ എന്ന് പറയാം വീട്ടില്. കാരണം വീട്ടിലിരിക്കാൻ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ആ ഒരു രീതി. കാരണം വീട്ടിലിരുന്ന് മടുപ്പായിട്ടുണ്ട് കുറെ പേർക്ക്. മടുപ്പൊക്കെ മാറാൻ പക്ഷെ അതുപോലെ സേഫ്റ്റി അതുപോലെ തന്നെ എല്ലാവരും അടിച്ചുപൊളിച്ച് വന്നിട്ട് ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലിയായിട്ടൊക്കെ വന്നിട്ട് അടിച്ചുപൊളിച്ച് പോവാം. അപ്പൊ എന്തായാലും ബേബി ക്യാറ്റ് കഴിക്കാം. നമുക്ക് ബേബി ക്യാറ്റ് ഇഷ്ടംമാതിരി മൂന്നാർ വന്നിട്ടുണ്ട്, പോയി കഴിച്ചിട്ട് വരാം. എന്തായാലും നമ്മള് മൂന്നാർ വന്നു കഴിഞ്ഞാൽ എവിടെയില്ലേ ബേബി ക്യാറ്റ് ഇറങ്ങിയിട്ടുണ്ട്. ബേബി ക്യാറ്റ് വലിയ ക്യാറ്റൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ ബേബി ക്യാറ്റിൽ എനിക്ക് തോന്നിയത്. നോക്കാം ചേട്ടാ,
ഇതുണ്ടോ ഇഷ്ടംമാതിരി സാധനം. ബേബിക്കാറ്റില്ല ചെറുത്, എല്ലാം ബേബിക്കാറ്റ. എത്രയാ? 20. കാണിച്ചില്ല, കണ്ടോ നല്ല ഫ്രഷ് കാറ്റയുടെ. പേരെന്താ? ജ്ഞാനശേഖരൻ ചേട്ടനാണ് ഒരു സാധനം വെച്ചേക്കുന്നത്. അപ്പൊ ഇതിവിടെ വാഞ്ചിന്റെ കട. അപ്പൊ ഞാൻ പുള്ളിനോട് വെച്ചിട്ട് വെൽത്ത് എനിക്ക് തരുമെന്ന് വെച്ചിട്ട് വെൽത്ത് തരണം. ഈ പുള്ളി കണ്ടിട്ട് ഫ്രീ ആയിട്ട്. അപ്പൊ 20 രൂപ കേട്ടോ. 20 രൂപ, 30 രൂപ, 40 രൂപയൊക്കെയാണ് സംഭവം. ആ അത് താൻ കഴിക്കില്ല, ഇത് മതിയാ? സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് ഈ പുള്ളിയൊക്കെ ഇവിടെ വിൽക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഇവിടെ വഴി വേണമെങ്കിൽ വാങ്ങിക്കാം. ഇതൊക്കെ വേറെ ആൾക്കാരുടെ സംഭവമാണ്. അവർ ഡെയിലി ബേസിന് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ പണ്ട് നമ്മൾ തോമ്പടിയിൽ വർക്ക് ചെയ്യാൻ നേരത്ത് മാങ്ങ വിൽക്കുന്ന തമിഴ് ചേച്ചിമാരുണ്ട്. അതുപോലെയൊക്കെ തന്നെ വലിയ സംഭവം. അതൊന്നും കഴിച്ചു നോക്കാനുള്ളത്. മാട്ട് ചാണകം, അതായത് നമ്മളെ ചാണകം മാത്രമേ ഇതിന് വളം ഇടുള്ളൂ. അപ്പം തമ്പി ധൈര്യമായിട്ട് കഴിച്ചൊന്നുണ്ട്. വളമൊന്നുമില്ലെന്നൊക്കെ പറയണേ. തഴയൊന്നുമില്ല. ടാക്സി ഡ്രൈവറാ. ആഹാ അടിപൊളി. അതല്ലേ തന്നെയാണ്. എന്തായാലും നമ്മളുടെ മൂന്നാറത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ് ഇപ്പോൾ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനുള്ളത്. പിന്നെ ഒത്തിരി റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ക്യാറ്റ് സീസണും കൂടിയാണ്. അപ്പോൾ എന്തായാലും നമ്മളുടെ മനോഹരമായ ഒരു വ്ലോഗ് കഴിവാണ്. അടുത്തൊരു വ്ലോഗിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ.